നമ്മുടെ ക്ഷേത്രങ്ങൾ കലയുടെയും സംസ്കാരത്തിൻ്റെയും കേദാരങ്ങളായിരുന്നു. ചിത്രകലയും സംഗീതവും സാഹിത്യവുമെല്ലാം ഒരു സാധനാ സംസ്കാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലൂടെ ജനസാമാന്യത്തിലേക്ക് പകർന്നു നൽകുകയായിരുന്നു. ഇവയൊക്കെ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധികളായാണ് നമ്മുടെ പൂർവിക പരമ്പര കരുതി വന്നിരുന്നത്. വാദ്യഘോഷങ്ങളിലൂടെ ദേവപ്രീതി നേടുക എന്ന സങ്കല്പം സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന അനുഷ്ഠാനവാദ്യങ്ങൾ. ഭക്തനും ദേവനും ഒരേ സമയം ആനന്ദം ചൊരിയുന്ന അനുഷ്ഠാനവാദ്യങ്ങളുടെ പൊരുൾ തേടുകയാണ് ഇന്നത്തെ പ്രദക്ഷിണം. ലൗകികമായ ക്ലേശങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചന മാർഗമാണ് നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങൾ. മനസ്സും ശരീരവും ദേവനിൽ സമർപ്പിച്ച് ഏകാഗ്രമായ സമഭാവനയോടെ ക്ഷേത്രാങ്കണത്തിലെത്തുന്ന ഭക്തർ അവിടെ നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗഭാക്കാവുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രാങ്കണത്തിലെ വാദ്യഘോഷങ്ങളും മന്ത്രങ്ങളും ഭക്തന്റെ ഏകാഗ്രമായ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്തുകയല്ല, പകരം ഭക്തിയുടെ കണിശമായ അനുഭൂതിയിലേക്ക് അവനെ നയിക്കാൻ പര്യാപ്തമാക്കുക എന്നതത്രേ. പൂജാതി കർമ്മങ്ങളിലും കലശം, ഉത്സവം തുടങ്ങിയ വിശേഷ പൂജകളിലും നമ്മുടെ ക്ഷേത്രങ്ങളിൽ വാദ്യപ്രയോഗം അനിവാര്യമാണ്. ഭക്തന്റെ ഏതൊരു കർമ്മവും ഈശ്വരീയമായ സാധനാ മാർഗമായി കാണുക എന്നതാണ് നമ്മുടെ പൈതൃകത്തിന്റെ ശക്തിയും സാഫല്യവും. ജപോ ജൽപ്പ, നമ്മൾ അതെന്നും പറയണതൊക്കെ അല്ലയോ ദേവി, ഇത് എൻ്റെ ജപമായിട്ട് അവിടുന്ന് സ്വീകരിക്കണേ. ശില്പം സകലമപി മുദ്രാവിരചന, ഞാൻ കയ്യൊന്ന് കാണുന്നൊക്കെ കാണിക്കും വർത്തമാനം പറയുമ്പോൾ, അതൊക്കെ പൂജയ്ക്കുള്ള മുദ്രയായിട്ട് തീരണേ. ഗതി പ്രാദക്ഷിണ്യക്രമണം, അങ്ങനെയൊരു നടക്കൽ അല്ലയോ ദേവി അവിടുത്തേക്ക് അവിടുത്തെ പ്രദക്ഷിണമായിട്ട് തീരണേ. അശനാദ്യാഹുതി വിധി, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഹോമമായിട്ട് തീരണേ. പ്രണാമസംവേശ, ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കണതും ഉറങ്ങണതും അതൊക്കെ ദേവിക്കുള്ള നമസ്കാരമായിട്ട് തീരണേ. ഇങ്ങനെ നമ്മൾ സുഖത്തിന് വേണ്ടി പലതും ചെയ്യും, അതൊക്കെ ദേവിക്ക് ആരാധനയായിട്ട് തീരണേ എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മളൊക്കെ. ആ ക്ഷേത്രത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടതാണ്. അകത്ത് പൂജിക്കുന്ന ആൾ, ശാന്തിക്കാരൻ, മാരാര്, പുതുവാള്, ഇനി അടിച്ചുകളിയോ ആരൊക്കെ വെച്ചാൽ പുറത്ത് മിറ്റടിക്കണ മതുക്കൊക്കെ അടിക്കണ ആളായാലും കൊണ്ടില്ല, അവരൊക്കെ ഈ രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ പൂജ തന്നെയാണ്. അപ്പോൾ ഉള്ളിലത്തെ അനുഷ്ഠാനത്തിന് വേണ്ടി ചെയ്യണ എല്ലാ തൊഴിൽക്കാരും, നാഗസ്ഥരായാലും വേണ്ടില്ല, മാരാരുടെ ആയാലും വേണ്ടില്ല, അല്ലാത്ത എൽത്താളം കൊണ്ട ആളുകൾക്കും ഒക്കെ അനുഷ്ഠാനമായിട്ടാണ് തീരെ ദേവനം ഭക്തിയോട് കൂടിയാണെങ്കിൽ. ഭക്തിയോടുകൂടി ചെയ്യേണ്ടത് അതൊക്കെ. എന്നാൽ നമ്മുടെ നാടിന് വളരെ ശ്രേയസ്സാണ്. ആ അമ്പലം നിറഞ്ഞ് നിൽക്കും അനുകൂലമായിട്ടുള്ള ശക്തി, ദേവൻ്റെ ചൈതന്യം, അനുകൂലമായിട്ടുള്ള ദേവചൈതന്യം ആ മതിലൊക്കെ നിറഞ്ഞു നിൽക്കും. പൂജാവേളയിൽ പ്രയോഗിക്കപ്പെടുന്ന വാദ്യങ്ങളുടെ ലയസാധകം ഏതു വിധത്തിലാണ് ഭക്തനെയും ദേവനെയും സംയോജിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് പുരാതന കാലം മുതൽ നമുക്കറിയാമായിരുന്നു എന്നത് ആധുനിക ലോകത്തിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നാം അത്ഭുതപ്പെട്ടേക്കാം. ദേവതാപ്രീതിയെ ലക്ഷ്യമിടുന്ന വാദ്യപ്രയോഗങ്ങൾ ഭക്തർക്ക് അനുഗ്രഹമായി തിരികെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ദേവതയ്ക്ക് മുന്നിൽ ഭക്തിയോടെ അവതരിപ്പിക്കപ്പെടുന്ന ക്ഷേത്രവാദ്യങ്ങൾ ദേവമണ്ഡലത്തിൽ ആസ്വാദനതലം സൃഷ്ടിക്കുകയും ഭക്തരിലേക്ക് അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്നു.